നിമിഷം. നമ്മുടെ നാട് നിയമവ്യവസ്ഥയിൽ മാറ്റം വരേണ്ടത് അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർക്കൊരു പ്രയാസം വന്നാൽ അവരെ സംരക്ഷിക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സംഘടനകളുമില്ല. എന്നാൽ സ്ത്രീകളുടെ ഒരു വിരൽ ചലിച്ചാൽ ഇന്നവരെ സംരക്ഷിക്കാൻ ഒരുപാട് സംഘടനകൾ നിലവിലുണ്ട്. നമ്മൾ പഠിച്ചതും വളർന്നതും സ്ത്രീ അമ്മയാണ്, സ്ത്രീ പെങ്ങളാണ് എന്ന് തന്നെയാണ്. തെറ്റ് ചെയ്യുന്നത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഒരു ബസ് യാത്രക്കിടയിൽ അകാരണമായ ഒരു നേരത്തൊരു സഹോദരന്റെ സ്വകാര്യതയെ വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് കുറ്റക്കാരനല്ലെന്ന് ഈ ലോകം പറഞ്ഞിട്ടും അയാളെ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരമ്മയ്ക്കും ഒരച്ഛനും ആകാശ്രയമായിരുന്ന ഒരു സഹോദരന്റെ മരണത്തിലേക്ക് തള്ളിവിട്ട വിഷയം നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും അറിഞ്ഞതാണല്ലോ. ആ സഹോദരന്റെ മരണത്തിലേക്ക് നയിച്ച കാരണക്കാർക്ക് ഈ നാട് തുടിക്കുന്ന നിയമവ്യവസ്ഥയിലെ ഏറ്റവും വലിയ ശിക്ഷ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എല്ലാ സ്വപ്നങ്ങളും ബാക്കിയാക്കി അകാലത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയ സഹോദരന്റെ മരണത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തി വീണാർക്കുടി തണൽ ചാരിറ്റബിൾ സൊസൈറ്റി ടൂർണമെന്റ് കമ്മിറ്റി ഒരു നിമിഷം മൗന പ്രാർത്ഥനയിലേക്ക്.